അടുത്ത വിഷയത്തിലേക്ക് കടന്നു വന്നാട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-2 വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ഒരു വളരെ ഉന്നതമായിരിക്കുന്ന ഒരു ദൗത്യം, ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായിരിക്കുന്ന ഒരു സ്വഭാവം, ഒരു ദൈവത്തിന്റെ പൈതൽ കൂടെ കാണേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, അതാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്: അതിഥികളെ സൽക്കരിക്കുവാൻ മറക്കരുത്. അതിഥി സൽക്കാരത്തെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ്. അതിഥികളെ നമ്മൾ സൽക്കരിക്കേണ്ടവരാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന് കാരണമായിട്ടാണ് അനേക ഭാഗങ്ങൾ ദൈവത്തിന്റെ ദാസൻ കോട്ട് ചെയ്ത് വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവമാകുന്ന അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് അവരുടെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ സ്വഭാവമായിരുന്നത് കൊണ്ട് ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഭവനത്തിൽ വന്നവരെ സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നതിൻ്റെ കൂട്ടത്തിൽ അനേക ദൂതന്മാരെ സൽക്കരിച്ചതായിട്ട് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നാം നോക്കുമ്പോൾ, അബ്രഹാം തന്റെ കൂടാരവാതിക്കൽ നിൽക്കുമ്പോൾ ആരാണ് തന്റെ മുൻപിൽ കടന്നു വന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ അവരെ സൽക്കരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഫൈനലിയാണ് താൻ മനസ്സിലാക്കിയത് അത് യഹോവയായിരുന്നു എന്നുള്ളത്. ഈവൻ താൻ അറിഞ്ഞില്ല. ആ സ്വഭാവം സ്പോണ്ടേനിയസ്ലി കടന്നു വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ഒരു കഴിവല്ല അത് ജീവിതത്തിന്റെ അവരുടെ ക്വാളിറ്റി ആയിരുന്നു. അത് ഒരു പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിൽ വെളിപ്പെടുന്നതായിരിക്കുന്ന ഒന്നല്ല ഈ പ്രത്യേകമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറ്റപ്പെടുന്നില്ല എങ്കിൽ നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ സ്വഭാവം എന്തായിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. നമ്മുടെ മെന്റാലിറ്റി എന്താണോ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് അതിഥി സൽക്കാരം മറക്കരുത്. നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ലോത്തിന്റെ ജീവിതത്തിൽ ലോത്ത് രക്ഷപ്പെടുവാനുള്ള ഒരു കാരണം ഇതായിരുന്നു: ലോത്തിന്റെ മുൻപിൽ കടന്നു വന്ന ദൂതന്മാരെ ലോത്ത് സൽക്കരിക്കുന്നതായിട്ട് കാണും. തന്റെ മുൻപിൽ വന്ന ദൂതന്മാരാണെന്ന് ലോത്തിന് അറിയത്തില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് ക്വാളിറ്റി ഉണ്ടെങ്കിലും, മോശമായിരിക്കുന്ന ചില സ്വഭാവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ഒരു നല്ല ക്വാളിറ്റി തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാരണമായി തീർന്നു. ഗിദെയോനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ജനിക്കുന്നതിന് മുൻപ് മനോഹയ്ക്ക് ഒരു ദൈവിക അരുളപ്പാട് കിട്ടി, അവൻ്റെ ഭാര്യയ്ക്ക് ഒരു അരുളപ്പാട് കിട്ടി. ദൂതന്മാരാണെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷെങ്കിൽ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇത് ദൂതന്മാരായിരുന്നു. കൊർന്നല്യോസിനെ പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ, കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ ആയിരുന്നുവെങ്കിലും യഥാർത്ഥമാർക്ക് ദൈവം ആരെന്ന് പോലും അറിയാതെ, എന്നാൽ തനിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു: വളരെ ദാനധർമ്മനായിരുന്നു. ഔദാര്യമായി താൻ കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. ആ കൊർന്നല്യോസ് കൊടുത്തതാണ് കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്. അല്ലായിരുന്നുവെങ്കിൽ കൊർന്നല്യോസിന്റെ ജീവിതത്തിലോ രക്ഷപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം കൊർന്നല്യോസിന്റെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ്: നിന്റെ ധർമ്മം, അത് എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ ഇന്നത് ചെയ്യുക. യോപ്പയിലേക്ക് നീ ആളയച്ച് ഒരു ശിമോൻ പത്രോസിനെ നീ കൊണ്ടുവരിക. എന്താ അവിടെ സംഭവിച്ചത്? അറിയാതെ സൽക്കരിച്ചായിരിക്കുന്ന അവസ്ഥകൾ, അറിഞ്ഞുകൊണ്ടല്ല തങ്ങൾ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നത്. ഒരു സ്പെഷ്യൽ ഒരതിഥി വരുന്നുവെങ്കിൽ ആ അതിഥിയെ നമുക്ക് സൽക്കരിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യും. എന്നാൽ പലപ്പോഴും ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഒരല്പം മടിക്കും. എന്താണെന്ന് നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് അപരിതന്മാരാകുമ്പോൾ അവിടെയാണ് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത്. എന്നാൽ ഇതെന്റെ ഒരു ഹാബിറ്റ് ആകുന്നെങ്കിൽ ദൈവത്തിന്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഒരു ദൈവ പൈതലിന് എബ്രായ ലേഖനത്തിലോ എബ്രായ വിശ്വാസികൾക്ക് അവസാനമായിട്ട് ദൂതുകൾ കൊടുക്കുന്നതായ സമയത്ത് താൻ കൊടുക്കുന്ന ഒരു ദൂതാണ് അതിഥി സൽക്കാരം മറക്കരുതെന്നുള്ളത്. അപ്പോൾ എന്താ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു ദൈവത്തിന്റെ ദാസൻ ആണെന്ന് പോലും തനിക്ക് അറിയത്തില്ല, കടന്നു എന്ന് ഒട്ടകത്തിന് വെള്ളം ചോദിച്ചു. പക്ഷെ അവൾ ഒരു കാര്യം പറഞ്ഞു: ഒട്ടകത്തിനല്ല, തനിക്ക് വെള്ളം ചോദിച്ചു. തൻ്റെ മനസ്സിൽ മറ്റെന്തോ വെച്ചുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: യജമാനെ, നിനക്ക് മാത്രമല്ല, നിന്റെ ഒട്ടകങ്ങൾ കൂടെ ഞാൻ കോരിക്കൊടുക്കാം. ആ ഒരു ഹോസ്പിറ്റാലിറ്റി എവിടേക്ക് അവളെ കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പറയപ്പെടുവാൻ കാരണമായി തീർന്നത് ഈ ഒരു ക്വാളിറ്റിയാണ്.
പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്വാളിറ്റി, ഒരു ഹോസ്പിറ്റാലിറ്റി, അത് ദൈവം ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 12-13 വാക്യം. പ്രൈസ് ഗോഡ്. അവിടെ ദൈവത്തിന്റെ ദാസൻ റോമാസഭയിലെ വിശ്വാസികളോട് പറയുന്ന ഒരു വേർഡാണ്, അതിഥി സൽക്കാരം നിങ്ങൾ ആചരിക്കണം. അപ്പൊ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ മക്കൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 1 തിമോത്തിയോസ് ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 1 Timothy chapter 3 verse number 2, അധ്യക്ഷൻ ഒരു ബിഷപ്പിനെ കുറിച്ച്, ബിഷപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നത്, ഒരു ബിഷപ്പ് ആയിരിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കണം? നിരപവാദ്യനായിരിക്കണം. നെക്സ്റ്റ്, അതിഥിപ്രിയനായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിത്വം ഇത്രമാത്രം വളരുവാൻ കാരണമായി തീർന്നത് ഇതാണ് ഒരു വിഷയമായിരുന്നത്. മറ്റുള്ളവരെ സൽക്കരിക്കുവാൻ കാരണമായി തീർന്നത്, യാതൊരു റിട്ടേൺസും നോക്കാതെ വണ്ണം ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നത്, ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്ത ഭാരം മറ്റുള്ളവരെ വേദനിക്കുന്ന കാണുമ്പോൾ ആ വേദനയിൽ ഒന്ന് പങ്കുചേർന്ന് അവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്, ഇതാണ് അവരുടെ ജീവിതത്തിലോ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. നമ്മൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചോണേ, നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ വളരെയധികമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അതിഥികളെ സൽക്കരിക്കുക. അതിഥികളെ സൽക്കരിക്കുന്ന ഒരു ഡ്യൂട്ടി ഒരു വ്യക്തി ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിന് പ്രശ്നമെന്ന് പറയുന്നത്, അതിന് ഹ്യൂമൻ ശക്തി കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതിന് ഒരു വ്യക്തിയെ സൽക്കരിക്കുമ്പോൾ, ഇന്ന് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പക്ഷെ അന്ന് വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടാതിരിക്കുന്ന സമയത്ത് ആ ഇൻസ്റ്റന്റ്ലി ഒരു അധ്വാനം അതിന്റെ പിന്നിൽ ആവശ്യമാണ്. ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അബ്രഹാം പെട്ടെന്ന് 3 മടങ്ങ് മാവെടുത്ത് സാറായുടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് ഒരപ്പം ഉണ്ടാക്കുക. അപ്പം മേടിച്ചുകൊണ്ട് വരുവാൻ ഒരു മാർഗവുമില്ല. പക്ഷെ ഇതിനകത്ത് എന്തു വേണമായിരുന്നു? ഒരു എഫേർട്ട്, ഒരു ഫിസിക്കൽ ഒരു എഫേർട്ട് ഇതിനകത്ത് വളരെ ആവശ്യമാണ്. ഒരു എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു താല്പര്യമുണ്ടെങ്കിലും അത് ചെയ്യുവാൻ കാരണമായി തീരണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും കഷ്ടപ്പെടുവാനായിട്ടുള്ള ഒരു ഒരുക്കമാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ റെബേക്കയിൽ കാണുന്നവർക്ക് ഒരു ക്വാളിറ്റി അതായിരുന്നു. അവൾ ഈ ഹോസ്പിറ്റാലിറ്റി അവൾ ചെയ്തതായ സമയത്ത് അവൾ ചെയ്യുവാനുള്ളൊരു കാരണമുണ്ട്. ഇത്രമാത്രം കഷ്ടം അനുഭവിക്കുവാൻ തക്കവണ്ണം അവൾ തന്നെ സമർപ്പിച്ചു എന്നുള്ളതാ വിഷയം. അതിന് യാതൊരു മുറുമുറുപ്പും അവൾക്കില്ല. ഈ നശിച്ചവർ ഇപ്പോഴാണോ വന്ന് കയറിയെന്ന് അവൾ പറഞ്ഞില്ല. അവളുടെ ജീവിതത്തിൽ ലഭിച്ചതായിരിക്കുന്ന ഒരു അവസരം, ആ അവസരം ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീർന്നതാണ് റബേക്ക അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. വേറെ പുസ്തകത്തിൽ വേറൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ വേറൊരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. കർത്താവിനെ വളരെ സ്നേഹിക്കുന്നതായിരിക്കും ഒരു വ്യക്തി, കർത്താവ് വളരെ സ്നേഹിക്കുന്നതായിരിക്കും വ്യക്തി. അത് മറ്റാരുമല്ല, മാർത്തയാ. മാർത്തയും സഹോദരിയായിരിക്കുന്ന മറിയയും, ഇവരുടെ 2 പേരുടെ പ്രത്യേകതയെ നമ്മൾ നോക്കുമ്പോൾ 2 പേരെയും ദൈവത്തിന് ആവശ്യമാണ്. ഒരു മാർത്ത ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു മറിയ മാത്രമേ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭവനം മുഴുവൻ മെസ്സപ്പായനെ. കാരണം ഒന്ന്, നിയന്ത്രിക്കുവാനായിട്ട് ആരുമില്ല, വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് ആരുമില്ല, വന്നവരെ കൊണ്ട് ഇരുത്താനായിട്ട് ആരുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾക്കറിയാം മറിയ ചെയ്തവർ ഒറ്റ കാര്യമാണ്, അരുമനാഥനാകുന്ന യേശുവിന്റെ പാദപടങ്ങളിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. വേറെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇവിടെ മറ്റൊരു താലന്ത് ലഭിച്ച ഒരു വ്യക്തിയാണ് മാർത്തയായിട്ട് നമ്മൾ കാണുന്നത്. മാർത്ത ഇപ്രകാരം ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഇത്രമാത്രം ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞിട്ടും നീ എൻ്റെ സഹോദരി നിന്റെ അടുക്കലിരിക്കുവാനായിട്ട് നീ വിട്ടുകൊടുത്തോ? നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവും എക്സ്പെക്ട് ചെയ്തു, കർത്താവായ യേശുക്രിസ്തുവും മനസ്സിലാക്കിയതാണ് മാർത്ത ശരിയായിട്ട് സഫർ ചെയ്തു എന്നുള്ളത്.
ഈ മാത്യയുടെ സഫറിങ് ചെയ്യുമ്പോഴും കർത്താവായ യേശു തിരിച്ച് യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല. ഒരു രീതിയിൽ നോക്കിയാൽ കണ്ണുമടച്ചങ്ങിരിക്കുക. അതൊരു പ്രത്യേകമായിരിക്കുന്ന കാരണമുണ്ട്. ഈ ഒരു ശുശ്രൂഷയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഈ ശുശ്രൂഷയുടെ പക്വത എന്ന് പറയുന്നത്, അത് കരം കൊണ്ടുള്ള ഒരു അധ്വാനമാണെങ്കിലും ശരീരം കൊണ്ടുള്ള ഒരു കായിക അധ്വാനമാണെങ്കിലും, ശരീരം ഇതിനകത്ത് വളരെ ആവശ്യമാണെങ്കിലും, നമ്മുടെ ശക്തി ഇതിന് വളരെ ആവശ്യമാണ്, എഫേർട്ട് ഇതിന് വളരെ ആവശ്യമാണെങ്കിലും, ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഈ എഫേർട്ട് എടുക്കുന്നവര് സന്തോഷത്തോടെ എടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. സന്തോഷത്തോടെ ഈ എഫേർട്ട് എടുക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഒരു പാത്രം വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. അപ്പോൾ കൊടുക്കുന്ന വെള്ളത്തിന് പ്രതിഫലം കിട്ടുമെങ്കിൽ കൊടുക്കുന്ന വെള്ളം എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് പ്രാധാന്യത. എന്തായിരുന്നു കൊടുക്കുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്? ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു കൊടുക്കുവാനായിട്ട് വന്നപ്പോൾ എത്രമാത്രം എൻ്റെ സോൾ അതിനകത്ത് ഉണ്ടായിരുന്നു, എത്രമാത്രം സന്തോഷം എനിക്കതിനകത്തുണ്ടായിരുന്നു. ഒരു പാത്രം വെള്ളം കൊടുക്കുന്നതാണ്. പക്ഷെ ആ വെള്ളം കൊടുക്കുന്നതിനകത്ത് ദൈവം എക്സ്പെക്ട് ചെയ്തത് എൻ്റെതായിരിക്കുന്ന ഒരു സന്തോഷം, ഈ ഒരു ജോലി ചെയ്യുവാനുള്ള ഒരാനന്ദം. ഈവൻ ദോ എൻ്റെ മുൻപിൽ അല്പം കഷ്ടത ഉണ്ടെങ്കിലും ആ കഷ്ടതയെക്കുറിച്ച് ഒരു വില കൊടുക്കാതെ കഷ്ടം അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ഒരുക്കം. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ഒന്നാമത് സഭയിൽ കടന്നു വന്ന വലിയ പ്രശ്നമായിരുന്നു, ഒന്നാമത്തെ പ്രശ്നമായിരുന്നു. ഏത് സഭയും ഗ്രോയിങ് സ്റ്റേജിൽ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഒന്നാമത്തെ പ്രശ്നമായിരുന്നു യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിലുള്ള പ്രശ്നം. എന്താ അവർ പറയുന്നത്? തങ്ങളുടെ വിധവമാരെ ഉപേക്ഷയായി വിട്ടുകളഞ്ഞു. എന്ത് ചെയ്തു അപ്പോസ്തലന്മാര്? അതിന് വേണ്ടതായിരിക്കുന്ന ചില വ്യക്തികളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് പല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റിക്കകത്ത് ഇപ്രകാരം കഷ്ടപ്പെടുവാനുള്ളൊരു ക്വാളിറ്റി നമ്മളവിടെ കാണുന്നില്ല. ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് പരിജ്ഞാനം നിറഞ്ഞവർ, ജ്ഞാനം നിറഞ്ഞവർ, കൃപ നിറഞ്ഞവർ, വിശ്വാസം നിറഞ്ഞവർ, ഇതൊക്കെയായിരുന്നു ദൈവം അവർ കണ്ടുകാണിക്കുന്ന ക്വാളിറ്റി. ഇതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ വരെ തെരഞ്ഞെടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. പക്ഷേ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് സംഭവിച്ചൊരു കാര്യമുണ്ട്. ആ അതിഥികളെ സൽക്കരിക്കുവാൻ തക്കവണ്ണം, സാധാരണപ്പെട്ട വിധവകളെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം തങ്ങൾക്കൊരു ചുമതല കിട്ടിയപ്പോൾ ആ ചുമതല ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ കാരണമായി തീർന്നപ്പോൾ സംഭവം ഒരു ശമരിയിലേക്ക് കടന്നു പോകേണ്ടതായിരിക്കുന്ന സമയത്ത് ദൈവം വളരെ ശക്തമായിട്ട് അവിടെ തന്റെ ദാസനെ ഉപയോഗിച്ചു. എന്താ ഉപയോഗിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്? തന്നെ ആക്കിയ സ്ഥാനത്ത് ആ സമയത്ത് തന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സൽക്കരിക്കുക എന്നുള്ള ശുശ്രൂഷയാ, വിധവന്മാരെ സൽക്കരിക്കുക എന്നുള്ള ശുശ്രൂഷയാ. വേറൊന്നുമില്ല ചെയ്യുവാൻ. അവരുടെ ആത്മീയമായിരിക്കുന്ന പക്വത നോക്കിക്കഴിഞ്ഞാൽ, ആത്മീയമായിരിക്കുന്ന അവർക്ക് ലഭിച്ചതായിരിക്കുന്ന നന്മകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലിയൊന്നും ചെയ്യേണ്ടവരല്ല അവര്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാര് ഫലമേൽപ്പിച്ചതായിരിക്കും ജോലി ചെയ്യുവാനായിട്ട് അവർ ഇടയായിത്തീർന്നപ്പോൾ ദൈവം അവരിൽ ഓരോരുത്തരെ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിനാൽ ചില അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ അനേക സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അനേക ഏഞ്ചൽസ് അപ്പിയറൻസ് വെളിപ്പെടുന്നുണ്ട്. അവർ ഏഞ്ചൽസ് ആണെന്ന് പോലും അവർക്കറിയത്തില്ല. പക്ഷെങ്കിൽ ആ വരുന്നവരുടെ അടുക്കിലേക്ക് അവർ കൊടുക്കുന്നതായിരിക്കുന്ന സപ്പോർട്ട്സ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അതിഥികളെ സൽക്കരിക്കുക. എന്താ ഇത്? കർത്താവായ യേശു പറഞ്ഞൊരു ഭാഗമുണ്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 35. നെക്സ്റ്റ്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളൂ, എല്ലാം എനിക്കായി ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം പറയുന്ന ഒരു വേർഡാ.
ആ പട്ടികൾ നിങ്ങൾക്കറിയാം, ഇത് കർത്താവായ യേശു, അരുമനാഥനാകുന്ന യേശു ഈ ഭൂമിയിൽ വെക്കുവാൻ പോകുന്ന ഒരു സിംഹാസനം. ആ സിംഹാസനത്തിന്റെ പേരാണ് തേജസ്സിന്റെ സിംഹാസനം. ആ സിംഹാസനത്തിന് മുൻപിലാണ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത്. ആ വേർതിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത്, ആ ഉപദ്രവ കാലത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഈ ജനം കൊടുത്ത സപ്പോർട്ടിനനുസൃതമായിട്ട്, അവരെ ഡിനൈ ചെയ്തതിനനുസൃതമായിട്ട് ശിക്ഷയ്ക്ക് വേണ്ടിയാണ് അവരെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ കൊണ്ടുവന്നവർ പറഞ്ഞൊരു വേർഡാണ്, കർത്താവ് അവരെ നോക്കി പറഞ്ഞു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. അരുമനാഥനാകുന്ന യേശുവിനോട് തിരിച്ചവർ ചോദ്യം ചോദിച്ചു, ഞങ്ങളെപ്പോൾ നിന്നെ നഗ്നനായി കണ്ടു? ഇപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു? യേശു കൊടുത്ത മറുപടി ഇതാണ്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ ചെയ്തത് നിങ്ങളെനിക്കാ ചെയ്തത്. ഡയറക്റ്റ്ലി നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, പക്ഷെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ മറ്റൊരുത്തിന് വേണ്ടി ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത്, അവരെ നാം ഒന്ന് സഹായിക്കുന്നത്, അവരുടെ കഷ്ടതയുടെ നടുവിൽ, അവരുടെ ഭാരങ്ങളുടെ നടുവിൽ അവരെ ഒന്ന് സൽക്കരിക്കുവാനുള്ളൊരു മനസ്സ്. ആ സൽക്കരിക്കുവാനുള്ള മനസ്സാണ് ദൈവം അവരെ ലിഫ്റ്റ് ചെയ്യുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് ദൈവത്തിന്റെ ദാസൻ എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്നു. ഇവരുടെ ആദ്യകാലത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഇവരെന്ത് ചെയ്തതാ? ഒത്തിരി അതിഥികളെ സൽക്കരിച്ചതാ. കഴിഞ്ഞ നാളുകൾ അവരുടെ അനുഭവം അതായിരുന്നു. അതിഥികളെ അവർ സൽക്കരിക്കുമായിരുന്നു. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവര് ഒന്നും നോക്കാതെ അവരോടുകൂടെ കഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നു. എന്നാൽ അല്പകാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവരനുഭവിച്ചതായിരിക്കുന്ന പ്രതികൂലങ്ങൾ, ക്രിസ്തീയമായിട്ട് അവർ കഷ്ടത അനുഭവിക്കുവാൻ ഇടയായിത്തുന്ന കാരണങ്ങൾ, ഈ കാരണങ്ങളൊക്കെ അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? അവരെ കൊണ്ടുപോയത് അവർ കഴിഞ്ഞ നാളുകൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുപോയി. ശ്രദ്ധിക്കണമേ, ദൈവം നമ്മൾക്കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ് അതിഥി സൽക്കരിക്കണമെന്നുള്ളത്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു വലിയ ഗുണമെന്ന് പറയുന്നത്, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. അബ്രഹാമിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, ഒരു കൊർന്നല്യോസിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, ഒരു മനോഹയെ അനുഗ്രഹിച്ചുവെങ്കിൽ, ഒരു ലോത്തിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, അവരുടേതായിരിക്കുന്ന ഹോസ്പിറ്റാലിറ്റിയാണ് അവരെ അനുഗ്രഹിപ്പാൻ കാരണമായി തീർന്നുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതിഥികളെ സൽക്കരിക്കുക. ഞാൻ മുൻപോട്ട് കടന്നു പോട്ടെ. മൂന്നാമത്തെ അവരുടെ ക്വാളിറ്റി വായിച്ചോട്ടെ. മൂന്നാമത്തെ വാക്യം, ഹീബ്രൂസ് 13:3. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ ഇടയ്ക്ക് ഈ ഒരു ഭാഗം നമ്മളൊന്ന് ചിന്തിക്കുവാൻ ഇടയായി തൊട്ടുപോയൊരു വിഷയമാണ്. നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. അപ്പൊ ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുക, രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെ. അപ്പോൾ ഓൾറെഡി എബ്രായ വിശ്വാസികൾ പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? തടവിലാക്കിയിട്ടുണ്ട്. വായിച്ചാട്ട 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം, വേഴ്സ് 34. ഈ എബ്രായ സഭ എന്ത് ചെയ്തു? തടവുകാരോട് അവർ സഹതാപം കാണിച്ചു. അവർ കൊലക്കുറ്റത്തിന് വേണ്ടി കിടന്നവരല്ല, കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചത് മുഖാന്തരമായിട്ട് യഹൂദന്മാരെ കൊണ്ട കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക അവരെ കൊല്ലുവാൻ. പക്ഷങ്ങൾ എന്ത് സംഭവിച്ചു? അന്നത്തെ ദൈവമക്കൾക്ക് ഒത്തിരി പ്രതികൂലം അവരുടെ മുമ്പിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ട്, പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും അവരെന്ത് ചെയ്തു? തടവുകാരോട് സഹതാപം കാണിച്ചു. തടവിൽ കിടക്കുന്നവരുടെ അവസ്ഥ അവർ മനസ്സിലാക്കി. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു വേർഡാണ്, ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ടതായിരിക്കുന്ന അവസ്ഥ. ഒന്ന്, അവിടെ പറയുന്ന വേർഡ്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെ. വാസ്തവത്തിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? തടവിലല്ല, നിങ്ങളിപ്പോൾ വെളിയിലാവുള്ളത്. നിങ്ങൾ ടോട്ടലി സ്വതന്ത്രരാണ്.
നിങ്ങളൊരു കാരാഗ്രഹത്തിലും അടയ്ക്കപ്പെട്ടിട്ടില്ല, പക്ഷെ നിങ്ങളും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസന് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കിടക്കുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എനിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം എനിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. എനിക്ക് യാതൊരു ബൈൻഡിങ്സുമില്ല, എൻ്റെ കൈകൾ കാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല, പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എല്ലാത്തിനും വേണ്ടതായിരിക്കും സ്വാതന്ത്ര്യം. ടോട്ടലി വെളിയിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം, ഞാൻ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരെ പോലെ ഞാനും ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിക്കുവാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. ദൈവം മോശയുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇപ്രകാരം പറയുണ്ടായി. മോശ എന്ത് ചെയ്തു? വായിച്ചോട്ട് അതിന്റെ 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, വേഴ്സ് 24. മോശയ്ക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു എന്ത്? പാപത്തെ തിരഞ്ഞെടുക്കാം. അതാണ് തന്നോടുകൂടെ ഉള്ളവരെല്ലാം ചെയ്തു പോരുന്നത്. കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ, അടുത്തൊരു രാജാവിനെ പോലെ വാഴുവാനിരിക്കുന്ന മോശയുടെ മുൻപിൽ സകലവിധമായിരിക്കുന്ന പാപത്തിന്റെ കെട്ടുകളും തൻ്റെ മുൻപിലുണ്ട്. എന്തു വേണമെങ്കിലും തനിക്ക് മുൻപോട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ മോശ എന്ത് ചെയ്തെന്ന് അവിടെ പറയുന്നത്, ഈ സകല പാപത്തിന്റെ തൽക്കാല മോഹത്തെക്കാൾ അവിടെ താൻ ആയിരിക്കുമ്പോൾ താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. വെളിയിൽ നിൽക്കുന്ന ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ, വെളിയിലായിരുന്ന ദൈവത്തിന്റെ ജനം എങ്ങനെ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നുവോ, അവരുടെ കഷ്ടത എന്തായിരുന്നുവോ, അത് മോശ ഇതിനകം മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണേ, ഇത് സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ക്വാളിറ്റി അല്ല. നിങ്ങളൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, പോയിട്ടുണ്ടെങ്കിൽ, അതേ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത്, അതിൻ്റെ വേദന എന്താണെന്നുള്ളത്, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ആ വേദനയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നില്ല എങ്കിൽ എനിക്ക് വളരെ ഈസിയാണ് അതിന് എതിരായിട്ട് സംസാരിക്കാൻ. എന്താ ഇവിടുത്തെ വിഷയം വന്നേ? നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെ എന്ന് പറഞ്ഞാൽ, പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളും ജീവിക്കേണ്ടത് സമൃദ്ധിയുടെ തുള്ളിച്ചാട്ടലല്ല. ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടത് കഷ്ടത. എന്നെയും നിങ്ങളെപ്പോലെ അനേകർ കഷ്ടപ്പെടുവാൻ കാരണമായിരിക്കുമ്പോൾ അവരുടെ കഷ്ടതയെ കണ്ടുകൊണ്ട് ഇന്ന് അവരോടുകൂടെ എനിക്ക് വന്ന് കഷ്ടം സഹിക്കുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ അരുമനാഥനെ നീ അവരെ വിടുവിക്കണമേ. ഞാൻ ഈ കാരാഗ്രഹത്തിലായിരുന്നുവെങ്കിൽ എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്തേനെ? എൻ്റെ കുടുംബം എങ്ങനെ റിയാക്ട് ചെയ്തേനെ? എൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെ റിയാക്ട് ചെയ്തേനെ? അതേ അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എന്തു വരണം? അവരുടെ ആ ഭാവത്തോട് ഏകീഭവിക്കണം. നമ്മൾ അങ്ങോട്ട് ഇടുക്കി ചേരേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതാ. മറ്റുള്ളവരുടെ കഷ്ടത കാണുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയത് വേറൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുന്നത് കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തേണ്ടതും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതും ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിലവിളിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ഇതാ ദൈവത്തിൻ്റെ വചനം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. പാപം മുഖാന്തരമായിട്ട് അവർ അടിമത്തത്തിലേക്ക് കടന്നു പോകാൻ പോകുക. ഒരൽപ്പം പോലും മടി വെച്ചില്ല യെരമ്യാവ് അവരെ ഡയറക്റ്റ്ലി ക്രിട്ടിസൈസ് ചെയ്യാൻ. പക്ഷെങ്കിൽ താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്ത് ചെയ്തു? പറയുന്നൊരു വേർഡ്, എൻ്റെ തലയെ വെള്ളത്താൽ നിറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതാവസ്ഥ. ഇതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണുമടച്ച് കടന്നു പോകുവാനല്ല, അവരുടെ കഷ്ടതയിൽ ഒന്ന് പങ്കുചേരുവാൻ ആഗ്രഹിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തടവുകാരെന്ന പോലെ തടവുകാരോടും നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ എന്ത് ചെയ്തോളാൻ പറഞ്ഞു?
കഷ്ടം അനുഭവിക്കുന്നവരെയും. എന്തുവാ വേർഡിന്റെ മീനിങ്? നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നീയും ശരീരത്തിലിരിക്കുന്നതുകൊണ്ട് നാളെ ഇത് തന്നെ വരാൻ പറ്റും. നമ്മൾ ആരും വെളിയിലല്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുവാൻ സാധിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് വലിയവനായിരിക്കും ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവമാണ് നമ്മുടെ കരം പിടിക്കുന്നത്. ആ ദൈവമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? ആ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇവരുടെ ആദ്യകാല ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തടവുകാരോട് ഇവർ സഹതാപം കാണിച്ചതെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം വരെ ആര് സഹിച്ചു? ഈ യഹൂദന്മാർ. വായിച്ചോട്ടെ 11-ാം അധ്യായം, 10-ാം അധ്യായം, 10-ാം അധ്യായം വായിച്ചോട്ടെ 34-35. സമ്പത്തുകളുടെ അപഹാരം, നഷ്ടം അവർക്ക് എന്തിനായിരുന്നു? സന്തോഷത്തോടെ സഹിച്ചു. ഈ ജനത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ എബ്രായലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നത്. എന്തുവാ? തടവുകാർ എന്ന പോലെ തടവുകാരെ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിച്ചു? കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് എന്തു വന്നു? മാറ്റങ്ങൾ വന്നു. കാഴ്ചപ്പാടുകൾ മാറി. ശ്രദ്ധിച്ചോണേ, ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെ പിന്മാറ്റ ജീവിതം തുടങ്ങിയെന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ നല്ല ക്വാളിറ്റി ദൈവകൃപയിൽ അവർ വർദ്ധിച്ചു വരുന്നിടത്തോളം കാലം അതും ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, ദൈവത്തോടുള്ള താല്പര്യം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കുന്ന ആ സ്നേഹം, അവിടെയാണ് ഇതിന് എൻ്റെ മുമ്പിൽ ഒരു വഴിയൊരുക്കുന്നത്. പക്ഷെങ്കിൽ എബ്രായ വിശ്വാസികൾ കഴിഞ്ഞ നാളുകൾ ചെയ്തതായിരിക്കും ത്യാഗം. ആ ത്യാഗത്തെ നോക്കിക്കൊണ്ട ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദം. ശ്രദ്ധിച്ചോണേ, നമ്മുടെ ലൈഫ് പിന്മാറ്റത്തിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കഴിഞ്ഞ നാളുകൾ ഞാനും നിങ്ങൾ ചെയ്തതായിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വർദ്ധിച്ചു വരുന്നില്ല എങ്കിൽ, അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെ പിന്മാറ്റ ജീവിതം തുടങ്ങിയെന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ സ്വന്തം ക്വാളിറ്റി കൊണ്ട് ലഭിക്കുന്ന കാര്യങ്ങളല്ല. ഇത് ദൈവത്തിന്റെ ഹൃദയമാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ള ഒരു വ്യക്തിയുടെ കഷ്ടത എന്തെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയോടുകൂടെ കഷ്ടപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അവരെക്കുറിച്ച് വേദപുസ്തകം ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയാണ് പറഞ്ഞേക്കുന്നത്. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് 6:2. എന്താണ് അവരുടെ പ്രത്യേകത? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പേൻ. മറ്റൊരാളുടെ ഭാരം ഞാൻ ചുമക്കുക, മറ്റൊരാളുടെ വേദന ഞാൻ ചുമക്കുക. അവരുടെ കഷ്ടതയുടെ നടുവിൽ അവരോടുകൂടെ പോയിരുന്ന ഒരല്പസമയം പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ എന്തുവാ ചെയ്യുന്നെന്നാ പറയുന്നേ? ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ഇതാണ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരൊറ്റ കാര്യം, ഇതാണ് ഒരു സ്പിരിച്വാലിസത്തിന്റെ എന്ത് റിസൾട്ടിലേക്ക് നോക്കിയാൽ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നവർ ദൈവത്തിന്റെ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് പാലിക്കുവാൻ തക്കവണ്ണം എലിജിബിൾ ആയിരിക്കും. അവരുടെ നാവിനെ അവർക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും, അവരുടെ ലൈഫിനെ അവർക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവർക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. കാരണം എന്നാണെന്നറിയാമോ? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുക ചെയ്യുന്നത്. അരുമനാഥനാകുന്ന യേശു എന്തുവാ ചെയ്തേ? ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാ? അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. എന്താ യേശു ചെയ്തത്? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെതായിരിക്കും ഏറ്റവും വലിയ പാരമ്യം എവിടെയാ? എൻ്റെ ഭാരം അവൻ ചുമക്കുവാൻ ഇടയായി തീർന്നത്, എൻ്റെ വേദന അവൻ ചുമക്കുവാൻ ഇടയായി തീർന്നത്.
എൻ്റെ വേദന അവൻ ചുമന്നപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, എൻ്റെ വേദന അവൻ ചുമന്നത് മറ്റുള്ളവരുടെ വേദന ഞാൻ ചുമക്കുവാനാണ്. ഇതുപടിയാണ് അരുമനാഥനാകുന്ന യേശു പറഞ്ഞത്, ഈ കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഇവിടെ വിഷയം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. ആ സ്നേഹം വെളിപ്പെടുത്തുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കൂടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതം എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ആ അകപ്പെ എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, ആ സ്നേഹം എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, ആ സ്നേഹമായിരിക്കും എന്നിൽ കൂടെ വെളിപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കൊട്ടാരത്തിൽ സകല സുഖസൗകര്യങ്ങളുണ്ട്. മോശയുടെ ജീവിതത്തിൽ ആ സുഖസൗകര്യമല്ല വേണ്ടത്. മോശയുടെ ജീവിതത്തിൽ വെളിയിലോട്ട് താൻ നോക്കുമ്പോൾ ആഹാരമില്ലാതിരിക്കുന്ന ജനത്തിന് വേണ്ടി ഒരു പക്ഷെങ്കിൽ മുട്ടുകളെ മടക്കി, എൻ്റെ കർത്താവേ, ഞാൻ ഈ കൊട്ടാരത്തിൽ ക്ഷേമമായിട്ട് ആഹാരം കഴിക്കുന്നു, എനിക്കൊരു കുറവും ഇതിനകത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ സമശിഷ്ടങ്ങൾ ആഹാരം കിട്ടുവാനില്ലാതെ കഷ്ടതയിൽ കൂടെ അവർ മുൻപോട്ട് കടന്നു പോകുകയാണ്. അവരോട് നീ കരുണ കാണിക്കണമേ, അവർക്ക് വേണ്ടുന്നത് ഈ ഭോജനം കൊടുക്കണമേ. ഇതാണ് അവരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ നിങ്ങൾ വരിക. നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും, അതുകൊണ്ട് നമ്മൾ അനുഭവിക്കരുതെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നന്മകൾ തന്നിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവം അറിയേണ്ടതിന് നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല, നല്ലതാണ്. സാധാരണ നല്ല ചർച്ചസൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു മിഷണറി വീക്കായിട്ട് എവിടെങ്കിലുമൊക്കെ പോകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇന്നത്തെ ഈ സമത്യേക്കാൾ ദൈവീയ വേലയുടെ കഷ്ടത എന്തെന്ന് മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ അവിടെയാണ് മുഖാന്തരമാക്കുന്നത്. ഇന്ന് നമുക്കൊരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ കൂടെ നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നു. കഴിയുമെങ്കിൽ വെള്ളിയാഴ്ചകളിൽ യാതൊരു പ്രോഗ്രാമും ചെയ്യത്തില്ല, പതിവായിട്ട് വരുന്നു. അല്ലെങ്കിൽ തിങ്കളാഴ്ച ബൈബിൾ സ്റ്റഡിക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽ മീറ്റിംഗ് കൂടുന്നു. ഇറ്റ്സ് എ സെറ്റ് ഓഫ് പാറ്റേൺ. ഇതിനപ്പുറത്തോട്ട് ഞാൻ പോകുന്നില്ല, ഇതിനപ്പുറത്തൊരു കഷ്ടതയും എനിക്കില്ല. പക്ഷെ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വെളിയിൽ ജനം കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവരോടുകൂടെ ഇരുന്ന് ഒന്ന് കഷ്ടപ്പെടുവാൻ സാധിക്കുമെങ്കിൽ, അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കുവാൻ സാധിക്കുമെങ്കിൽ, അതാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞത്? നീയും ശരീരത്തിലിരിക്കുന്നവനാ, അതുകൊണ്ട് നാളെ എന്തു വരാൻ ചാൻസ് ഉണ്ട്, സംഭവിക്കണമെന്നല്ല. പക്ഷെങ്കിൽ നീ ശരീരത്തിലിരിക്കുന്നവനാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുക. നമ്മളത് ഓർക്കുവാൻ തക്കാണ് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ കൂടെ വെളിപ്പെടേണ്ടതായിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ആരുടെയെങ്കിലും ഒരാളുടെ വിഷയമെങ്കിലും ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവം എത്ര വലുതാകുമെന്ന് നോക്ക്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയൊക്കെ സെൽഫ് സെൻറ്റേഡായി നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ വിജയം എന്ന് പറയുന്നത്, യേശു എവിടെ അത്ഭുതം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മുൻപിൽ ഒരു വേർഡ് കൂട്ടിയിട്ടുണ്ട്. അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞു. He has a compassionate heart. എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ ആ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് കണ്ണടച്ച് കളയുവാൻ സാധിക്കും, പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവരെ ഓർത്ത് ഒന്ന് കരയുവാൻ സാധിക്കുമെങ്കിൽ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ, അവരെ ഓർത്ത് ദൈവത്തിൻ്റെ പാദപെടുങ്ങ് വെച്ചുകൊണ്ട് അവരായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നുവന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു 4 മണിക്കൂർ ആത്മീയമായിട്ട് ആരാധിക്കുന്നതിനേക്കാൾ ദ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ദ ജോയ് ഇൻ ദ ലോർഡ് ഇതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, പ്രശ്നങ്ങൾക്കുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ഒഴുക്കാനായിട്ട് മടിക്കരുത്. ഞാൻ ആ സ്ഥാനത്ത് നിൽക്കണം, നമ്മളെ കൊണ്ട് ആ സ്ഥാനത്ത് നിർത്തണം. ഞാൻ ആ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രവർത്തിക്കേണ്ടത്?
ആ ഒരു ആറ്റിറ്റ്യൂഡ് കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയം പോക്കണാകും. ഹൃദയം തകരുമ്പോൾ ഒരു വചനം പറയുന്നു, ഹൃദയം തകരുമ്പോൾ യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ നാളുകൾ എനിക്കും നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ നമുക്ക് അവരോടുകൂടെ ഒന്ന് കരയുവാൻ സാധിക്കുമെങ്കിൽ, അവരോടുകൂടെ നിലവിളിക്കുവാൻ സാധിക്കുമെങ്കിൽ, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ എബ്രായ വിശ്വാസികൾക്ക് ഇതിനപ്പുറം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രതികൂലങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവർ ഒന്നൊന്നായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒരു പക്ഷെങ്കിൽ കാരണം ഇതായിരിക്കാം, അവരെന്ന് എക്സ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർ എസ്കേപ്പ് ചെയ്തവരല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങളുടെ സഹോദരങ്ങളോടുകൂടെ ഞങ്ങൾ നിലവിളിക്കുമെന്ന് ചിന്തിച്ചവരാണോ ഇപ്പോൾ കണ്ണുമടച്ചിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച ഭാഗം. കഴിഞ്ഞ നാളുകൾ സന്തോഷത്തോടുകൂടെ സമ്പത്തോടെ അപഹാരം അവർക്ക് സഹിച്ചവരാ. തടവുകാരോടുകൂടെ ചേർന്ന് അവരും തടവുകാരെന്ന പോലെ ആയിത്തീർന്നതാ. പക്ഷെ ഒരൽപ്പം കഴിഞ്ഞപ്പോൾ എന്തും ഇല്ലാതായി. അവക്കതിനെക്കുറിച്ചൊരു കൺസേൺ ഇല്ലാതായി. ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണം. സാഹചര്യങ്ങൾ, മറ്റുള്ള അവസ്ഥകളെ കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണം. ആ കൺസേൺ ഉണ്ടാകാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ അവരോട് കൂടെ ഇരുന്ന്, അവരുടെ ഒരുപക്ഷെ പോകാൻ പറ്റത്തില്ലായിരിക്കുക, അവരുടെ വേദനയൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ സാധിക്കുമെങ്കിൽ, അവരുടെ അവസ്ഥയിൽ കൊണ്ട് എന്നെ നിർത്തിക്കൊണ്ട് ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അതാണ് ഗാഡ് എക്സ്പെക്ട്സ്. തടവുകാരോട് എന്ത് ചെയ്യണം? സഹതാപം കാണിക്കണം. നിങ്ങളും ശരീരത്തിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളണം. നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ദ പ്യൂരിറ്റി ഓഫ് മാരേജ്, വിവാഹ ജീവിതത്തിൻ്റെ നിർമ്മലത. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 13-ാം അധ്യായം 4-ാമത്തെ വാക്യം, വേഴ്സ് 4, വിവാഹം എല്ലാവർക്കും മാന്യം. ഇറ്റ് ഈസ് ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ഓണറബിൾ. അത് മാന്യതയുള്ളതാ, മാന്യതയില്ലാത്തതല്ല. വിവാഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത മാന്യതയുണ്ട്. എന്തുകൊണ്ടാണ് മാന്യതയുള്ളത്? എന്തുകൊണ്ടാണ് വിവാഹം ചെയ്യുവാനായിട്ട് ദൈവം അലവ് ചെയ്തത്? വിവാഹത്തിൻ്റെ മാന്യതയുടെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാ. ഏദൻ തോട്ടത്തിൽ സ്വർഗ്ഗസ്ഥനായ ദൈവം ആദാമിന് തക്ക തുണയില്ലെന്ന് മനസ്സിലാക്കി ആദാമിന് കൊടുത്ത തക്ക തുണ, അതായിരുന്നു വിവാഹ ജീവിതത്തിൻ്റെ മാന്യത. ആ മാന്യതയാണ് അരുമനാഥനാകുന്ന യേശു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ വെളിപ്പെടുത്തിയത്. താൻ കടന്നു ചെന്നത് വേണമായിരുന്നുവെങ്കിൽ വിലാപ ഭവനത്തിൽ യേശുവിന് കടന്നു ചെല്ലാമായിരുന്നു. പക്ഷെങ്കിൽ തിരുവചനം വെളിപ്പെടുത്തിയത്, യോഹന്നാന്റെ സുവിശേഷത വെളിപ്പെടുത്തിയത്, അവൻ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നു. യേശു ചെന്നു. എന്തിനാ യേശു അവിടെ ചെന്നത്? യേശുവിനെ സ്നേഹിച്ചൊരു ഭവനം. പക്ഷെ എന്തുകൊണ്ട് യേശു അവിടെ ചെന്നതിന് കാരണം, ആ വിവാഹത്തിന് സ്വർഗത്തിലെ ദൈവം ഒരു മാന്യത കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സ്വർഗത്തിലെ ദൈവം മാന്യത കൊടുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഇത് അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഒരു കുടുംബജീവിതത്തെ ഒരുമിപ്പിക്കുന്നത് ഒരു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. തത്വത്തിന്റെ 3 ആളത്വങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഒരു വ്യക്തി ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ കുടുംബജീവിതം ദൈവം സ്ഥാപിക്കുവാനുള്ളൊരു കാരണമുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യൻസ് 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ദൈവം ഇത് അലവ് ചെയ്തു? അതിന്റെ കാരണം അവിടെ പറയുക, ദുർനടപ്പുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഒരു കുടുംബജീവിതത്തെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ കാരണമെന്ന് പറയുന്നത്,
ആ ഒരു കുടുംബ ജീവിതത്തിൽ കൂടെ ആഗ്രഹിക്കുന്ന വിവാഹത്തിന്റെ മാന്യത വെളിപ്പെടുത്തുക എന്നുള്ളതാ. ഒരു ദുർനടപ്പുണ്ടാകാതിരിക്കേണ്ടതിന് സംഭവിക്കുന്ന ആർക്കും ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആത്മീയമാർക്കത് മൂടുപടമണിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പർപ്പസിനെ മാറ്റിക്കളയുന്ന ഹീനമായിരിക്കുന്ന ഒരവസ്ഥയാണ് കുടുംബജീവിതങ്ങൾ ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. വേദപുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്, ജഡാഭിലാഷം അടക്കുവാൻ സാധ്യമല്ല. പിന്നെ എന്തിന് ദൈവം അതിനാണ് ഒരു കുടുംബജീവിതത്തെ കൊണ്ടുവച്ചത്? അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാനല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും ഭാര്യയെ വേർപെട്ട് ഇരിക്കരുത്. എന്താ അതിൻ്റെ അർത്ഥം? രണ്ടു പേർക്കും ഒരു കടപ്പാടുണ്ട്, രണ്ടു പേർക്കും അതിനകത്തൊരു ബന്ധമുണ്ട്. എന്താ ഇതിലെ പ്യൂരിറ്റി? എന്നാ ആ പ്യൂരിറ്റി നിലനിർത്തണമെങ്കിൽ എന്തു വേണം? രണ്ടു പേർക്കും ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും പലരും ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞോടുന്നു ആയിരിക്കുന്ന അവസ്ഥ. ദാറ്റ്സ് പെർഫെക്റ്റ്ലി റോങ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒന്നിനും സമയമില്ല. ഈ സമയമില്ലാത്തത് കൊണ്ടാണ് അവിഹിത ബന്ധത്തിനു വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു ഭാര്യ എന്താഗ്രഹിക്കുന്നുവോ അത് ഭർത്താവിന് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ഒരു ഭർത്താവ് എന്താഗ്രഹിക്കുന്നുവോ അത് ഭാര്യയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, മൂന്നാമതൊരു വ്യക്തിയുടെ ആവശ്യം അവിടെയില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എന്നിട്ട് ദൈവം പറയുന്നൊരു വേർഡുണ്ട്, ദൈവം ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ എന്താ സംഭവം? നിങ്ങൾ കൊരിന്ത്യ സഭയെ നിങ്ങൾ എടുത്ത് പഠിക്കുക. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ കൊരിന്ത്യ സഭ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? നിങ്ങൾ ഒരുത്തൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാനമ്മയപ്പം അപ്പൻ്റെ മോൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇങ്ങനെയുള്ള ദുഷ്കർമ്മം ലോകത്തിൽ ജാതികൾക്ക് പോലും ഉണ്ടാകരുത്. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു കുടുംബജീവിതത്തിൻ്റെ മാന്യത, ആ മാന്യതയിൽ കൂടെ മുൻപോട്ട് കടന്നു പോകണമെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, രണ്ടു പേർക്കുമുള്ള ഉത്തരവാദിത്തം അവർ രണ്ടു കൂട്ടരും ഒരുപോലെ മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പലപ്പോഴും പല കുടുംബജീവിതങ്ങളെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്തത്. വിഷയങ്ങൾ എനിക്ക് ഓപ്പൺ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തിൻ്റെ ശക്തി അവർ തമ്മിലുള്ള സ്നേഹമാണ്. അതാണ് അതിൻ്റെ ബലമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്താ നോക്കേണ്ടത്? അവരുടെ കുടുംബജീവിതത്തിലേക്ക് അവരൊന്ന് കടന്നു വരിക. അവരുടെ കുടുംബജീവിതത്തിൻ്റെ പ്യൂരിറ്റി അവർ നോക്കുക. ആ പ്യൂരിറ്റിയിൽ മുൻപോട്ട് ജീവിതം നയിക്കുക. അത് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ദൈവനാമം ദുഷിക്കപ്പെടുവാൻ കാരണമായി തരും. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ദൈവമക്കളെ ദുഷിക്കാനുള്ളൊരു കാരണം നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും അത് സംഭവിച്ചു വരികയാണ്. പക്ഷെങ്കിൽ ആ ഉത്തരവാദിത്തം മനസ്സിലാക്കി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കട്ടെ. അവസാനമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന നെക്സ്റ്റ് ഭാഗമാണ് വളരെ പ്രധാനം. 5-6 വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇവിടെ അവസാനമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. എന്തുവാ ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്? പണമുള്ളതാണോ? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അബ്രഹാമിനെ ദൈവം ബഹുസമ്പന്നനാക്കി. പക്ഷേ അതൊരു തെറ്റായിരുന്നില്ല. ഈ സമ്പത്തൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരുന്നപ്പോഴും അബ്രഹാം കാര്യം മനസ്സിലാക്കി. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം. ദൈവം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി തരുമ്പോൾ ആ സമൃദ്ധിയിൽ ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ടത്
ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ദൈവം നമുക്ക് തരുന്ന സമൃദ്ധിയിൽ നമ്മുടെ ട്രസ്റ്റ് വെച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആശ്രയം വെക്കുന്നുവെങ്കിൽ അവിടെയാണ് തെറ്റായിത്തീരുന്നത്. ഈ സാഹചര്യത്തിൽ ഒന്നും സ്ഥിരമായിട്ടില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കി, നാം ഇന്ന് വസിക്കുന്ന ലോകം തന്നെ എന്തിനു വേണ്ടി വെച്ചിരിക്കുക? ഇളകാൻ വേണ്ടി വെച്ചിരിക്കുക. ലോകം ഇളകാൻ വേണ്ടി വെച്ചിരിക്കുന്നുവെങ്കിൽ, ലോകത്തുള്ള എല്ലാം ഇളകിപ്പോകുമെങ്കിൽ, ഞാനും നിങ്ങളും എന്ത് സ്ഥിരതയുണ്ടെന്ന് ചിന്തിക്കുന്നു അത് മുഴുവൻ ഇളകിപ്പോകും. പക്ഷേ എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ പക്കൽ നീ സകല സമൃദ്ധിയും അനുഭവിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. കർത്താവേ, this all you have given to me. ഇതെൻ്റെ യോഗ്യതയല്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഇന്നെന്താ പ്രശ്നം? ഇന്ന് ലോകത്തിൻ്റെ പ്രോബ്ലം എന്തുവാ? അമേരിക്കയിൽ ഞാൻ വായിച്ച് കേട്ടെടുത്തോളം ഏതാണ്ട് 98% ആൾക്കാർ കടക്കാരാ. എന്തുവാ അവരുടെ കടം? കയ്യിൽ സുലഭമായി ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ്. എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഉള്ള അവസ്ഥയ്ക്ക് ജീവിക്കുവാൻ സാധിക്കാതെ ഇല്ലായ്മയിൽ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുക. എവിടെന്നെങ്കിലും 4 കാർഡും മേടിക്കും. ആ 4 കാർഡും മേടിച്ചിട്ട് എന്തെല്ലാം ചെയ്യുമോ അത് മുഴുവൻ ചെയ്യും. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ദൈവം തന്നിട്ടുള്ളത് എന്ത് ചെയ്യണം? ഭംഗിയായിട്ട്. വേദപുസ്തകം ദൈവത്തിൻ്റെ ദാസൻ തിമോഥെയോസ് ഇപ്രകാരം പറഞ്ഞു, തനിക്കുള്ളവർക്കും പ്രത്യാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിക്കാൾ അധമന്മാരായിരിക്കും. ചിലരുണ്ട്, ഒത്തിരി ഔദാര്യശീലരാ. അവരെന്തോ പറയുന്നറിയാം, ദൈവം കരുതിക്കൊള്ളും. കരുതത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നില്ല, പക്ഷെ പോഷത്തരം കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് പ്രത്യാൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതണം. നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാകണം. ഇന്ന് ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പ്ലാനിങ് ഇല്ലായ്മ. വരുമാനത്തിനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതം വളരെ പരിതാപകരമായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. എന്താ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ. എന്തുവാ സ്വന്തം അവസ്ഥയെന്നുള്ളത് സ്വന്തം ഭാര്യയെപ്പോലും അറിയിക്കത്തില്ല. ഇത് മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യും. ഇതിൻ്റെ വലിയ ദോഷമുണ്ട്. എന്താ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്നുള്ളത് പുള്ളിക്കാരത്തേക്ക് അറിയാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ഡിമാൻഡ്സ് ഒക്കെ വരും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ. അപ്പോൾ പൈസ ഒത്തിരി ഉണ്ടെന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ഉള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങ് ഒരു 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 വളരെ ക്ലിയർ ആയിട്ട്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ അനുഗ്രഹമാണ്. കാരണം എന്നാണെന്നറിയാമോ? നാളെ വേണ്ടാത്ത തലവേദനയൊന്നും വരത്തില്ല. ഇതാ ഒരു പ്രശ്നം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം എന്നെ തന്നെ കൺട്രോൾ ചെയ്താലും എൻ്റെ കൂട്ടാളി അതിനനുസൃതമായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ നടക്കത്തില്ല. ഒരു കുടുംബജീവിതം ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം. ഒരു കുടുംബജീവിതം ഒരുമിച്ച് സംസാരിക്കണം. വിഷയങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. എന്താ അവസ്ഥ, എങ്ങനെയാ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നത്, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഒന്നുമില്ലേൽ അവരെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നേക്കാൾ അനുഗ്രഹമാണ് അവരുടെ പ്രാർത്ഥന. കാരണം ആ വേദനയിൽ ഇരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. എന്താ ഇവിടെ വേണ്ടത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ ഇപ്രകാരം പറയും, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത മനുഷ്യൻ. ധനം കൂടിയതല്ല ദ്രവ്യാഗ്രഹി. പിന്നെയോ ദ്രവ്യാഗ്രഹി എന്ന് പറയുന്നത് ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നവൻ. ഒന്നുമില്ലെങ്കിലും അവൻ ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആര്? ദ്രവ്യാഗ്രഹി. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വേർഡാണ്. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം എന്നാ? എനിക്കില്ല, എൻ്റെ ശമ്പളം 800 രൂപയാ, ആ ശമ്പളത്തിനാണ് ഞാൻ ജീവിക്കുന്നേ. പക്ഷെങ്കിൽ സംഹാവ് എൻ്റെ മുമ്പിൽ ഒരു വലിയ ആവശ്യം വന്നു.
ഒരു 10,000-4,000 രൂപ എനിക്ക് വേണം. ഈ സ്ഥാനത്ത് ഞാൻ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈ നീട്ടുവാനല്ല പോകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നിന്നെ കൈവിടില്ല. എൻ്റെ കയ്യിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൈസ കൊണ്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് ഉപരിയായിട്ട് കടന്നു വരുന്ന സകല ചെലവുകളും ആര് മീറ്റ് ചെയ്യും? ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കണം, മേലാൽ കടം മേടിക്കരുത്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ വലിയ പാടാ. അനുഭവിച്ചിട്ടില്ലയോ? കടം തിരിച്ചു കൊടുക്കാനായിട്ട് പൈസ ശമ്പളമൊക്കെ കിട്ടി കടം തിരിച്ചു കൊടുക്കാൻ ചിന്തിക്കുന്ന സമയത്താണ് കൊച്ചിനൊരു അസുഖം വരുന്നത്. അതോടുകൂടെ കഴിഞ്ഞു. ഇതാണ് കടത്തിൻ്റെ പ്രശ്നം. അവൻ നമ്മെ എപ്പോഴും ബൈൻഡിങ്സിലായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ കടം നമ്മൾ വരുത്താതിരിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരായിരിക്കും. ദൈവമക്കൾ മനസ്സിലാക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ. ദൈവം എന്ത് പറയുന്നു? ഞാനോ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് 10 രൂപ വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, 5 രൂപ വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, 15 വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, 50,000 വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. എൻ്റെ സ്വർഗീയ പിതാവ് ഔദാര്യശീലനായതുകൊണ്ട് അവൻ്റെ കരങ്ങൾ അവൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നും കോവല്ലാത്തത് കൊണ്ട് ആ ഭണ്ഡാരമാണ് എനിക്ക് വേണ്ടി അവൻ തുറന്നു തരുന്നത്. ഞാൻ ഉള്ള അവസ്ഥയിൽ ജീവിക്കുവാനായിട്ട് ഞാൻ പഠിക്കുമ്പോൾ, ഉള്ള സാഹചര്യത്തിനനുസൃതമായിട്ട് മുൻപോട്ട് കടന്നു പോകാൻ ഞാൻ പഠിക്കുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ വെളിപ്പെടുവാൻ സാധിക്കും. വിശ്വാസികളോട് ദൈവത്തിൻ്റെ ദാസൻ പറയുക, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ, ഞാനോ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് അനുഭവിച്ച് നോക്കുക. അനുഭവിക്കുന്ന ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് വന്നാൽ തല പോകേണ്ടി വന്നാലും ഞാൻ കടം മേടിക്കത്തില്ലെന്ന് തീരുമാനിക്കണം. ഇതല്ലാതെ ഒരു മാർഗവും അതിനകത്തില്ല. എന്നിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവേ, ഇത് നീ കൽപ്പിച്ച നിൻ്റെ വചനമാ. ആ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നെ നയിക്കുവാൻ നീ ശക്തനാ. കുടുംബമായിട്ട് എന്നെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിപ്പിക്കുവാൻ ദൈവം ശക്തന്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ സാക്ഷ്യം ഈ മെസ്സേജ് ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഒരു പ്രയാസമില്ലാതെ കടന്നു പോയെന്ന്. ഞാൻ വളരെ ഭാരങ്ങൾ കൂടെ ഞാൻ കടന്നുപോയ എൻ്റെ കഴിഞ്ഞ കാലമുണ്ട്. ദൈവം അതിന് മാറ്റം തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അന്നൊരു കുപ്പി പാല് മേടിക്കുവാൻ മാർഗമില്ലാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ പാല് വാങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിവുള്ളവൻ. ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഞാൻ ചില സമയത്ത് ദൈവത്തോട് പറയും, ലക്ഷങ്ങൾ ബാങ്കിൽ കിടക്കുന്നതല്ല, ഒന്നുമില്ലായ്മയുടെ നടുവിൽ 10 രൂപ ആവശ്യം വരുന്നതാ വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഇല്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അതുകൊണ്ട് നോക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും എന്തും നമ്മുടെ കയ്യിലുണ്ടാകട്ടെ. നമ്മളൊരു സിംഗിൾ പൈസ യൂസ് ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് വെച്ച് ദൈവത്തിൻ്റെ ഹിതം കൂടെ മനസ്സിലാക്കി അത് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ കരങ്ങളുടെ പ്രയത്നത്തെ ഫലവത്താക്കും.